ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാനെത്തുന്നവരുടെ തിരക്ക് നേരത്തെ വാർത്തകളിൽ നിറഞ്ഞതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ. മുന്നണി വ്യത്യാസമില്ലാതെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്കായി സ്ഥാനാർത്ഥികൾ എത്തുകയാണ്. കോട്ടയത്തെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജാണ് സ്ഥാനാർത്ഥിത്വത്തിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ആ തുടക്കം പിന്നാലെ വന്ന സ്ഥാനാർത്ഥികളും തുടർന്നു. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അനുഗ്രഹം തേടി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നവരുടെ പട്ടിക നീളുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചുംബിച്ച് പ്രാർത്ഥിച്ചായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP തുടക്കം. കല്ലറയിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച ഷാഫി പറമ്പിലും വികാരാധീനനായി. ആന്റോ ആന്റണി, MK രാഘവൻ എന്നിവരെല്ലാം പുതുപ്പള്ളിയിലെത്തി പ്രിയ നേതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങുമ്പോൾ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. മരിച്ച് 8 മാസം കഴിഞ്ഞ് ഒരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയാം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.